കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം കഴിഞ്ഞ 3-4 വർഷത്തെ മഴയുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനറലായിട്ട് ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മഴയുടെ തീവ്രത കൂടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലത്തു നിന്ന് 2-3 മണിക്കൂർ കൊണ്ട് 15 മുതൽ 20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന പാറ്റേണിലേക്ക് മഴപ്പെയ്ത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും ആ ഒരു പാറ്റേണിലല്ല മൺസൂൺ ടൈമിൽ മഴ പെയ്യുന്നത്. ചില അവസരങ്ങളിൽ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ചും 2019 കവലപ്പാറയിൽ ആ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത്, 20 പെട്ടിമുടി, 21 കുട്ടിക്കൽ, ഈ അവസരങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഴുവൻ ഭാഗത്തുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ കൂമ്പാര മേഘങ്ങളും അത് ഒരു പക്ഷേ ഒരു 2-3 മണിക്കൂറിൽ ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ലഘുമേഘ വിസ്ഫോടനം എന്ന് പറയുന്നത്. അത് ഒരു വലിയ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടണം. അത് പക്ഷേ ഹിമാലയൻ മലനിരകളിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് കൽക്കട്ടയിലുമൊക്കെ കാണുകയുള്ളൂ. നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ, പ്രത്യേകിച്ചും പശ്ചിമ തീരപ്രദേശത്ത്, കേരളം മുഴുവൻ മുതൽ ഗോവ വരെയുള്ള ആ ഒരു കൊങ്കൺ മേഖലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തുടർച്ചയായ 2 മണിക്കൂറിൽ ഒരു 10 സെൻറ്റിമീറ്റർ മഴ കിട്ടിയാലും അത് മിന്നൽ പ്രളയങ്ങൾക്കും ഇതുപോലുള്ള ലാൻഡ് സ്ലൈഡ്സിനുമൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മൺസൂൺ ഒരു സീസണിൽ ഫുള്ള് 122 ദിവസമുണ്ട്. ജൂൺ 1 തുടങ്ങി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടമാണ് മൺസൂൺ എന്ന് പറയുന്നത്. ഇതിൽ 1-2 ദിവസം മാത്രമേ ഇത്തരം വലിയ കൂമ്പാര മേഘങ്ങളുള്ള സാന്നിധ്യം കേരളത്തിൽ രൂപപ്പെടുകയുള്ളൂ. അത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സീസണിൽ ഉണ്ടാകണമെന്നില്ല. അപ്പം പശ്ചിമ തീരത്ത്, അതായത് കേരളത്തിൻ്റെ ഓഫ് ഷോറിൽ, കടലിൽ ആയിട്ട് ഇത്തരം കൂമ്പാര മേഘങ്ങളുടെ രൂപീകരണം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ കൂമ്പാര മേഘങ്ങളുടെ, അതായത് മേഘങ്ങളുടെ ഹൈറ്റ്, ക്ലൗഡിൻ്റെ ഹൈറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിൻ്റെ ഡെപ്ത് കൂടുക എന്നുള്ളതാണ്. കട്ടിയുള്ള മേഘങ്ങൾ ഉണ്ടാകുന്നത് പശ്ചിമ തീരത്ത് 2000-ന് മുമ്പുള്ളതിനേക്കാളിലും കൂടി ഇപ്പോൾ 2020 ആയപ്പോഴേക്കും അത് വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ മേഘങ്ങൾ പലപ്പോഴും കടലിൽ നിന്നാണ് പെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ, ചെറിയ ഭാഗം മാത്രമേ കരയിലേക്ക് പ്രവേശിക്കാറുള്ളൂ. പക്ഷേ കടലിൽ നിന്നും ഇത് കരയിലേക്ക് വന്ന് ഈ പറഞ്ഞ പോലെ മലനിരകളുടെയൊക്കെ സാന്നിധ്യം കൂടി ആകുമ്പോഴേക്കും ഈ മലനിരകൾ കൊണ്ട് ഇതിനൊരു അപ്വേഡ് പുഷിങ് ഉണ്ടാകും. അപ്പോൾ അതിന് പറഞ്ഞാൽ അപ്ഡ്രാഫ്റ്റ് എന്ന് പറയും. ഒരു അപ്വേഡ് ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് കൂടെ വരുമ്പോഴത്തേന് ഇത് വലിയ കൂമ്പാരമേഘങ്ങളായിട്ട് വളരുകയും അവിടെ ഒരു വാട്ടർ ബോംബ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വലിയ ഒരു ചുരുങ്ങിയ കാലയളവിൽ, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 15-20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇതുണ്ടാകണമെങ്കിൽ കുറച്ച് സാഹചര്യങ്ങൾ ഒത്തുവരണം. ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം മഴ കൂടുതലും മംഗലാപുരത്തിനും വടക്കോട്ടുള്ള കൊങ്കണിൻ്റെ തീരത്താണ് ഇത് കൂടുതലും പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്നത്. അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് തെക്കോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കേരളത്തിനായിരിക്കും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തിൻ്റെ തീരത്തോട് കിടക്കുന്ന കിഴക്കൻ അറബിക്കടൽ മറ്റ് സമുദ്ര മേഖലകൾ ചൂടാകുന്നതിനേക്കാളും ദ്രുതഗതിയിലാണ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റ് ഫോർ എക്സാമ്പിൾ ഈ പസഫിക് ആയാലും അറ്റ്ലാന്റിക് ആയാലും ഒരു 100 വർഷത്തെ ആ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 0.7 to 0.8 ഡിഗ്രിയാണ് 100 വർഷം കൊണ്ട് ചൂടായതെങ്കിൽ പടിഞ്ഞാറൻ അറബിക്കടൽ ഈ 100 വർഷ കാലയളവിൽ ഒരു 1.1-1.2 ഡിഗ്രീസ് വാം ചെയ്തു. അതിൽ കൂടുതൽ ഭാഗവും വാം ചെയ്തിരിക്കുന്നത് 1980-ന് ശേഷവുമാണ്. അപ്പോൾ ഇതാണ് ഈ മേഖലയിൽ ഇത്തരം വലിയ മേഘക്കൂട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം. ഇതിൻ്റെ പാർട്ടായിട്ട് ആഗോളതാപനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അന്തരീക്ഷം തന്നെ ഒരു താപ അസ്ഥിരത, ഒരു തെർമൽ ഇൻസ്റ്റബിലിറ്റി, അൺസ്റ്റേബിളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ മേഘങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഉയരത്തിലേക്ക് വളരുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയറോട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 കാരണം കൊണ്ട് പശ്ചിമ തീരത്ത് വലിയ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അറിയാം, നമുക്ക് മൺസൂൺ സീസൺ ആകുമ്പോഴത്തേനും ഈ ബംഗാൾ ഉൾക്കടലിലും ശാന്തസമുദ്രത്തിലുമൊക്കെ ന്യൂനമർദ്ദങ്ങളും പറഞ്ഞ പോലെ സൈക്ലോണുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ
വേഗത ഇതിനെ കൂട്ടുകയും ഈ മേഘങ്ങൾ നമ്മുടെ കരയിലേക്ക് എത്തുകയും പ്രത്യേക പോക്കറ്റുകളിലെത്തുമ്പോൾ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ മലനിരകളുടെ സാന്നിധ്യമുള്ള പീരുമേട് അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ വയനാട് ഈ മേഖല ഇത്തരം മലനിരകളുടെ സാന്നിധ്യത്തിൽ ഇത് വലിയ തോതിൽ കൂമ്പാരമേഘങ്ങളായിട്ട് വളരുകയും അത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മൺസൂൺ സീസണിലും ഉണ്ടാകണമെന്നില്ല. ഈ ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഫുട് പ്രിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. ഒന്ന്, അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും ഒക്കെ കൂടുന്നു. രണ്ടാമത്തേത് ഇതാണ്, മേഘങ്ങളുടെ കട്ടി കൂടുന്നു. ആ കട്ടി കൂടിയ മേഘങ്ങൾ കരയിലെത്തിച്ചേർന്നാൽ നമുക്ക് പ്രശ്നമാണ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇത് നാളെ സംഭവിക്കും അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ സംഭവിക്കും എന്നുള്ളതല്ല. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പാർട്ടായിട്ട് ഇത് നമുക്ക് ഈ 3 സാഹചര്യം കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ ഏത് സമയം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വാണിംഗ് ആയിട്ട് നമ്മൾ പറയുന്നതുമാണ്. നമ്മുടെ ഈ വർഷത്തെ മഴയുടെ പാറ്റേൺ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 1-2 വർഷത്തെ 2021 തുടങ്ങിയ മഴയുടെ പാറ്റേൺ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ 12 മാസത്തിൽ 10 മാസവും വലിയ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 2011 ഏകദേശം മാർച്ച് മാസത്തിൽ നല്ല മഴ, വേനൽ മഴ നല്ല രീതിയിൽ കിട്ടി. മൺസൂൺ മഴ പക്ഷേ ആ അവസരത്തിൽ 10-15% കുറവായിരുന്നു. അതിനുശേഷമാണ് കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് മൺസൂൺ തുലാവർഷ മഴ 2021 വളരെയധികം കൂടുതൽ കിട്ടി. പിന്നീടാണ് നമ്മുടെ ഈ വർഷത്തെ വേനൽമഴ. ഈ വർഷത്തെ വേനൽമഴ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് വേനൽമഴയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുമൊക്കെ താപതരംഗങ്ങളും ഉഷ്ണതരംഗങ്ങളുമൊക്കെ അതുപോലെ തന്നെ ഈ ഹീറ്റ് വേവ്സും ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന കാരണം വേനൽമഴ നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഇതൊരു റെക്കോർഡ് വേനൽമഴ കൂടിയാണ്. അപ്പം ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥിരത നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടുന്നില്ല, കിട്ടാതിരിക്കേണ്ട സമയത്ത് വലിയ തോതിൽ മഴ കിട്ടുന്നു. തുലാവർഷ മഴയ്ക്കും അതുപോലെ തന്നെ വേനൽക്കാല മഴയുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക്കലൈസ്ഡ് റീജിയനിലാണ്. ഈ വേനൽ മഴ ചിലപ്പോൾ തിരുവല്ലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്ത് മഴ പെയ്യത്തില്ല. അപ്പോൾ ആ ഒരു പാറ്റേണായിരുന്നു വേനൽമഴയുടെ ഒരു പാറ്റേൺ. വൈകുന്നേരം ആകുമ്പോഴത്തേനും വലിയ കൂമ്പാരമേഘങ്ങളുണ്ടാകും. ആ സമയത്തൊക്കെ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വേനൽ മഴയുടെ സമയത്തും തുലാവർഷ മഴയുടെ സമയത്തും. മൺസൂൺ മഴയുടെ കാലഘട്ടത്തിലാണ് ഈ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കുറയുന്നത്. അതാണിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേനൽമഴയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈലി ലോക്കലൈസ്ഡ് ആയിരിക്കും. കുറഞ്ഞ ഒരു 100-200 സ്ക്വയർ കിലോമീറ്ററിലൊക്കെ നല്ല മഴ കിട്ടും. അവിടെ ലൈറ്റ്നിങ്ങും ഒക്കെ അതിൻ്റെ പാർട്ടായിട്ടായിരിക്കും. പക്ഷേ ഈ വർഷം മൺസൂൺ മഴയുടെ ഒരു പാറ്റേണിൽ തന്നെ വേനൽമഴ കിട്ടിയാണ്. ഒരു 3-4 ജില്ല, ഇപ്പം തെക്കൻ ജില്ലകൾ മുഴുവൻ വേനൽമഴയുടെ പാർട്ടായിട്ട് മഴ കിട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യാപകമായിട്ടും വേനൽ മഴ പോലും വ്യാപകമായിട്ട് കിട്ടുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മാർച്ച് മാസം തുടങ്ങി ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും വേനൽ മഴ ഒരു 3-4 ജില്ലകൾ ഒന്നിച്ച് കിട്ടുന്ന പാറ്റേണിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം മൺസൂൺ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ക്ലൗഡിൻ്റെ ഹൈറ്റ് കൂടുന്നതോടൊപ്പം തന്നെ മറ്റ് മൺസൂൺ ഇതര കാലഘട്ടം, അതായത് വേനൽ മഴയുടെ കാലഘട്ടത്തിലും തുലാവർഷ മഴയിലും അതിവ്യാപകമായിട്ട് മൺസൂണിനോട് സാദൃശ്യമുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള മഴ ലഭിക്കുന്നു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കേരള തീരത്തും കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ഭൂപ്രകൃതിയാണ്. കാരണം നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഈ അറബിക്കടലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതും നമ്മുടെ സഹ്യപർവ്വത മലനിരകളും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ കിഴക്ക് ഭാഗത്തുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഈ ആഗോളതാപനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങളുടെ എണ്ണം കൂടുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ചക്രവാത ചുഴിയുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സാഹചര്യവും, പ്രത്യേകിച്ചും കടലിൻ്റെ സാമീപ്യവും, കടൽ മാറുകയാണ്, ചക്രവാത ചുഴി അതുകൊണ്ട് കൂടുതലുണ്ടാകുന്നു, ന്യൂനമർദ്ദങ്ങൾ കൂടുതലുണ്ടാകുന്നു. അപ്പം അറബിക്കടലിലായാലും ബേ ഓഫ് ബംഗാളിലായാലും ഇത്തരം ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ മഴ കിട്ടുക എന്നുള്ളതാണ്. അപ്പം കടൽ മാറുന്നു. പണ്ട് കാലഘട്ടത്തിൽ ഈ കടലിൻ്റെ സാന്നിധ്യവും പശ്ചിമഘട്ട മലനിരകളുടെ സാന്നിധ്യവും ഒക്കെ നമുക്ക് നല്ലൊരു കാലാവസ്ഥ പ്രദാനം ചെയ്തിരുന്നുവെങ്കിൽ ഈ മാറുന്ന കടലും മാറുന്ന ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് മാറുന്ന അന്തരീക്ഷവും അതാണിപ്പോൾ നമുക്ക് വീണ്ടും സങ്കീർണമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു
കോമ്പിനേഷനാണ് ഇപ്പോൾ നമുക്കൊരു വില്ലനായിട്ട് വരുന്നതും. പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ട്. ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ കാലിഫോർണിയ, ഇവിടെയൊക്കെ അതിനെ ആ ഡ്രൗട്ടിനെ അല്ലെങ്കിൽ വരൾച്ച അതിനെ കൂട്ടും. ചില സ്ഥലത്ത് കാട്ടുതീയായിരിക്കും അല്ലെങ്കിൽ ഉഷ്ണതരംഗങ്ങളായിരിക്കും കൂടുന്നത്. യൂറോപ്പിലൊക്കെ ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയും കൂടുകയാണ്, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ. കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു ഉഷ്ണമേഖലയോടെ ചേർന്ന് അല്ലെങ്കിൽ ട്രോപ്പിക്സിനോട് ഭൂമധ്യരേഖയോടെ ചേർന്ന് കിടക്കുന്ന പാർട്ടാണ്. അപ്പോൾ നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നത് കൂടുതൽ മഴ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്.